Hi children, welcome back to my channel LKLS Maths class. In നമ്മൾ CBSE 10th standard മാത്സിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കേട്ടോ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഫിഫ്ത്ത് ചാപ്റ്ററാണ്. അതിനകത്ത് എക്സസൈസ് 5.2 തേർഡ് സെക്ഷനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് വൺ, ഇൻ ദ ഫോളോയിങ് APs ഫൈൻഡ് ദ മിസ്സിംഗ് ടേംസ് ഇൻ ദ ബോക്സസ്. ഇത് കണ്ടോ, ഇതുപോലെ കുറച്ച് ടേംസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ചിലത് മിസ്സിംഗ് ആണ്. അതുപോലെ സെക്കൻഡ് വണ്ണിലും ഫസ്റ്റ് ആൻഡ് തേർഡ് മിസ്സിംഗ് ആണ്. ഇവിടെ സെക്കൻഡ് വണ്ണാണ് മിസ്സിംഗ്. അപ്പോൾ നമ്മൾ ഈ മിസ്സിംഗ് നമ്പേഴ്സിനെ കണ്ടെത്താനാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവിടെ ഈ നമ്പർ ഫസ്റ്റ് വണ്ണാണ്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? A1 എന്ന് പറയാം അല്ലേ. ഇവിടെ ബ്ലാങ്ക് ആയിട്ട് തന്നിട്ടുള്ളതിനെ A2, ദെൻ ഇതെന്താണ് A3. സോ ഫസ്റ്റ് നമുക്ക് ഈ A3 നമുക്ക് തന്നിട്ടുള്ള രണ്ടെണ്ണം നമുക്ക് എടുക്കാം. സോ A3 മൈനസ് A1 ഇത് ചെയ്യുക. A3 മൈനസ് A1 എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? A3 എന്ന് പറയുന്നത് എന്താണ്? 26 ആണ്. 26 മൈനസ് A1 എന്ന് പറയുന്നത് ആരാണ്? 2 ആണ്. സോ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? A3 മൈനസ് A1 ഈക്വൽ ടു ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 24 കിട്ടി. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഫസ്റ്റ് ടേം നമ്മുടെ ഒരു ജനറൽ ഫോർമുല. ആ ജനറൽ ഫോർമുല ഞാൻ ഇവിടെ തന്നെ എഴുതാം. ജനറൽ ഫോർമുല വന്നിട്ട് എന്താ വെച്ചാൽ A കോമ A പ്ലസ് ഡി കോമ A പ്ലസ് 2D കോമ A പ്ലസ് 3D ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. സോ ഇതിനകത്ത് A എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന നമ്പറാണ്, 2 ആണ്. അങ്ങനെയാണെങ്കിൽ A പ്ലസ് ഡി ആരാണ്? സെക്കൻഡ് ടേമാണ്. A പ്ലസ് 2D എന്ന് പറയുന്നത് തേർഡ് ടേമാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് ടേം, ദെൻ ഇത് സെക്കൻഡ് ടേം, തേർഡ് ടേം ആൻഡ് ഫോർത്ത് ടേം ഇങ്ങനെ പോകും. ഇവിടെയൊക്കെ നോക്കിയാൽ സെക്കൻഡ് ടേം രണ്ടാമത്തെ ടേമാണ്, പക്ഷേ അതിലൊന്നും കുറവല്ലേ. ഇത് നോക്കിയാൽ തേർഡ് ടേമാണ്, അതായത് n-1 കേട്ടോ. തേർഡ് ടേം ആകുമ്പോൾ എന്താണ്? A പ്ലസ് 2D. ദെന്നോ ഫോർത്ത് ടേം ആകുമ്പോഴോ ആ ഫോർത്തിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നു അല്ലേ. സോ A പ്ലസ് 3D നമ്മളിത് യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്കിപ്പോൾ കിട്ടിയത് എന്താണ്? A3 മൈനസ് A1 ഈക്വൽ ടു 24 ആണ്. ക്ലിയർ ആയല്ലോ കിട്ടി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് A3ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? കണ്ടോ, ഇതാണ് A1, ഇത് A1 ആണ്, ഇത് A2 ആണ്, ഇത് A3 ആണ്. സോ നമ്മളിവിടെ എഴുതിയത് A3 മൈനസ് A1 ആയതുകൊണ്ട് നമ്മൾ A3നെ നമുക്ക് എടുക്കാം. A3യുടെ ഇത് എന്താണ് ഫോർമുല? ജനറൽ ഫോർമുല A പ്ലസ് 2D. ഇനി ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? മൈനസ് A1 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ A ആണ്. അപ്പോൾ ഈക്വൽ ടു കണ്ടോ, ഇതിന് പകരം നമ്മൾ A3ക്ക് പകരം A പ്ലസ് 2D എന്ന് എഴുതി. A1ന് പകരം നമ്മൾ വെറുതെ A എന്ന് എഴുതി. ഈക്വൽ ടു 24. ക്ലിയർ ആയല്ലോ ഇത്രയും. ഇനി നോക്കിയാൽ ഇവിടെ ഇത് പോസിറ്റീവ് A ആണ്, ഇത് നെഗറ്റീവ് A ആണ്. സോ അത് നമ്മളൊക്കെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 2D ഈക്വൽ ടു എത്ര കിട്ടി? 24 കിട്ടി. ദെർഫോർ D ഈക്വൽ ടു വാട്ട്? 24 ഡിവൈഡഡ് ബൈ അല്ലേ, ഇൻറ്റു 2 ആണ് ഇവിടെ. സോ അത് ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്തായി? ഡിവിഷനായി. സോ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 12 കിട്ടി. നമുക്ക് ഡിഫറൻസ് കിട്ടി. നമ്മുടെ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 12 എന്ന്. നമ്മുടെ മിസ്സിംഗ് നമ്പേഴ്സ് ഈസി ആയിട്ട് കണ്ടെത്താം അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു തന്നത്? ഫസ്റ്റ് 2 തന്നിട്ടുണ്ട്, ദെൻ ഒരു എംപ്റ്റി ബോക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അടുത്ത ടേം എന്താ തന്നിട്ടുണ്ടായിരുന്നത്? 26 ആണ്. അപ്പോൾ ഈ ഡിഫറൻസ് കണ്ടുപിടിച്ചതിന് നമുക്ക് എളുപ്പമായിട്ട് ഈ ഫസ്റ്റ് ടേമിനോട് D ആഡ് ചെയ്താൽ പോരെ. കണ്ടോ, ഇവിടെ എന്താ കിടക്കുന്നത്? A പ്ലസ് D. സോ A നമുക്കിവിടെ ഉണ്ട് 2 ആണ്. അപ്പോൾ അടുത്ത ടേം കാണാൻ എന്ത് ചെയ്താൽ മതി? A പ്ലസ് D. അപ്പോൾ A എന്ന് പറയുന്ന ആരാണ്? 2 ആണ്. ഇനി ഡിഫറൻസ് എത്രയാണ്? പ്ലസ് 12 ആണ്. സോ അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 14. അപ്പോൾ ഇവിടുത്തെ നമ്പർ എന്തായിരിക്കും നമുക്ക് കിട്ടുക? ഈ ബ്ലാങ്ക് ബോക്സിലുള്ള നമ്പർ 14 ആയിരിക്കും. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. കണ്ടോ, ഇവിടുത്തെ നമ്പർ നമുക്ക് 14 കിട്ടി. ഈ 14ൻ്റെ കൂടെ 12 ആഡ് ചെയ്ത് തന്നെയല്ലേ 26 നോക്കിയേ. 14 പ്ലസ് നമുക്ക് കിട്ടിയ ഡിഫറൻസ് എത്രയായിരുന്നു? 12 ആയിരുന്നു. കണ്ടോ, അപ്പോൾ നമ്മുടെ ആൻസർ ശരിയല്ലേ? ക്ലിയർ ആയില്ലേ അത്? കണ്ടോ, അപ്പോൾ ഇവിടെ 14. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഫസ്റ്റ് ടേം ബ്ലാങ്ക് ആണ്, പിന്നെ 13, പിന്നത്തെ ബ്ലാങ്ക് ആണ്, പിന്നത്തെ തന്നിട്ടുണ്ട്. സോ ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, തേർഡ് ടേം ആൻഡ് ഫോർത്ത് ടേം. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മളതിനെ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുക? ഇത് A1 എന്ന്, ഇത് A2, ഇത് A3, ഇത് A4. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നതും കൂടി ഉണ്ട്. അത് ഞാൻ പറയട്ടെ കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുള്ള ജനറൽ ഫോർമുലയാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. അത് A പ്ലസ് D A പ്ലസ് 2D A പ്ലസ് 3D ഇങ്ങനെയായിരിക്കും പോകുന്നത്. അതായത് A1 എന്ന് പറയുന്നത് A തന്നെയായിരിക്കും. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്താണ്? ഈ Aയുടെ കൂടെ ഡിഫറൻസ് ഒരു പ്രാവശ്യം ആഡ് ചെയ്തായിരിക്കും. ദെൻ A3 എന്ന് പറയുന്നത് തേർഡ് ടേമാണ്. അപ്പോൾ എന്താ ഇവിടെ A പ്ലസ് 2D എന്ന് എഴുതുമ്പോൾ ഈ ടേമിൻ്റെ കൂടെ ഡിഫറൻസ്
ഡിഫറൻസ് മീൻസ് ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുന്ന നമ്പറാണ് കേട്ടോ. ഒക്കെ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ടേമിൻ്റെ കൂടെ ഇവിടുത്തെ ഒരു ഡി ഉണ്ട്, ഇവിടുത്തെ ഒരു ഡി ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നേക്കുന്നത്, A+2D എന്ന് വന്നിരിക്കുന്നത്. പിന്നെയോ ഫോർത്ത് ടേമിൽ എന്താ വന്നേക്കുന്നത്, A+3D. നിങ്ങളൊരു കാര്യം നോക്കിയാൽ ഫോർത്ത് ടേം എന്ന് പറയുമ്പോൾ ഈ 4ൽ നിന്ന് ഒന്ന് കുറഞ്ഞാണല്ലോ ഇവിടെ കിടക്കുന്നത് കണ്ടോ. A+3D ആയിരിക്കും ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തേർഡ് ടേമിനെ നോക്കിയാൽ A+2D. ഇത് തേർഡ് ടേം ആണെങ്കിൽ അതിൽ നിന്ന് ഒന്ന് കുറവ്, N-1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ n എന്ന് പറയുന്ന ആരായിരിക്കും, 3 - 1 എന്ന് പറയുമ്പോൾ എത്രയാണ്, 2. ഇവിടെയോ n എന്ന് പറയുന്നത് 4 ആണ്. സോ 4 - 1 എന്ന് പറയുമ്പോൾ 3. അതേപോലെ തന്നെയാണ് ഇവിടെ സെക്കൻഡ് ടേം ആണ്. സോ n എന്ന് പറയുന്നത് 2 ആണ്. 2 - 1 എന്ന് പറയുമ്പോൾ എന്താ, 1. അപ്പോൾ അതിനവിടെ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമല്ലോ. അപ്പോൾ എല്ലാവരും ഈ ജനറൽ ഫോമിൽ ഓർക്കുക, A+D, A+2D ആൻഡ് A+3D. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, തന്നിട്ടുള്ളത് വെച്ച് നമുക്ക് നോക്കാം. കണ്ടോ 13ഉം 3ഉം തന്നിട്ടുണ്ട്. വിച്ച് മീൻസ് ഇത് A2ഉം ഇത് A4 ആണ്. നമ്മൾക്ക് സബ്ട്രാക്ട് ചെയ്യാലോ, A4ൽ നിന്നും A2നെ സബ്ട്രാക്ട് ചെയ്യാലോ. സോ അതാണ് എഴുതിയിരിക്കുന്നത് കണ്ടോ. A4 - A2. A4 എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫോർത്ത് ടേം ആയിട്ടുള്ള 3 ആണ്. ദെൻ മൈനസ്, ഏത് മൈനസ്, ഈ മൈനസ് ഇട്ടു. പിന്നെ നമുക്ക് എന്താ തന്നിട്ടുള്ള A2 ആണ്. സോ 13 കണ്ടോ. സോ 3 - 13 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 10 കിട്ടും. പക്ഷേ അതിൻ്റെ മുന്നിൽ ഒരു മൈനസ് സൈൻ ഉണ്ടല്ലോ. അത് എവിടെ നിന്നാണ്, 13ൻ്റെ മുന്നിൽ ഒരു മൈനസ്. ഇതിൽ വലിയ നമ്പർ ആരാ, 13 ആണ്. സോ 13ന് മുന്നിൽ മൈനസ് സൈൻ ഉള്ളതാണ് നമ്മൾക്കിവിടെ -10 എന്ന് ഇടാം. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് എന്തെടുത്ത് എഴുതാം, A4 - A2 =-10 എന്ന് എഴുതി. ഇനി ഈ A4 എന്ന് പറയുന്നത് ആരാ ആക്ച്വലി, കണ്ടോ. A4ൻ്റെ ജനറൽ ഫോമിൽ എന്തായിരിക്കും വരിക, A+3D. സോ A+3D - A2 എന്ന് പറയുന്നതോ, A2ൻ്റെ മുകളിൽ ഞാൻ എന്താ എഴുതിയിട്ട്, A+D. അപ്പോൾ നമുക്ക് A4 - A2 എന്ന് എഴുതിയതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് പകരം A+3D - A2ന് പകരം എന്ത് കൊടുക്കാം, A+D =-10. ക്ലിയർ ആയില്ലേ അത്രയും കാര്യങ്ങൾ. ഇനി ഇതിനെ നമ്മൾ എന്ത് കൊടുക്കുക, ബ്രാക്കറ്റിൽ വേണം കേട്ടോ കൊടുക്കാനായിട്ട്, മൈനസ് കഴിഞ്ഞിട്ട്. അപ്പോൾ നോക്കിയേ, A+3D ദെൻ ഇത് ഈ ബ്രാക്കറ്റിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും മൈനസ് കഴിഞ്ഞ് വരുന്ന നമ്പേഴ്സിൻ്റെയൊക്കെ എന്ത് ചെയ്യും, അവിടെ സൈൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിപ്പോൾ പോസിറ്റീവ് എന്നാണ്, അതിന് എങ്ങനെയായിട്ട് എഴുതണം, -A എന്നായിരിക്കും നമ്മൾ എഴുതുക. ഇത് പോസിറ്റീവ് ഡി ആണ് അല്ലേ, ഡിയുടെ മുന്നിൽ പോസിറ്റീവ് ആണ്, അതെന്തായിട്ട് മാറും, മൈനസ്. ഇവിടെ ശ്രദ്ധിക്കുക, A+3D -A+D എന്നാണ്. അപ്പം മൈനസ് കഴിഞ്ഞ് വരുന്ന നമ്പേഴ്സിൻ്റെ എല്ലാം ആൽഫബറ്റ്സ് ആണെങ്കിൽ അതിൻ്റെയൊക്കെ എന്ത് മാറും, സൈൻ ചേഞ്ച് ചെയ്യും. ഇവിടെ A എന്നുള്ളത് പോസിറ്റീവാണ്, അത് മൈനസായി. D എന്നുള്ള പോസിറ്റീവാണ്, അത് എന്തായി, മൈനസായി. ക്ലിയർ ആയല്ലോ. =-10. ഇനി നോക്കിയേ, ഇവിടെ പോസിറ്റീവ് എയും ഇവിടെ നെഗറ്റീവ് എയുമാണ്. അത് രണ്ടും എന്ത് ചെയ്യാം, നമുക്ക് കട്ട് ചെയ്യാം. ദെൻ 3Dയും -Dയും ആണ് അല്ലേ. ഇത് തമ്മിൽ എന്ത് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. കാരണം ഡിയുടെ കോഫിഷ്യൻ്റ് ഇവിടെ എന്തുണ്ട്, 1 ഉണ്ട്. സോ 1 - 3 എന്ന് പറഞ്ഞാൽ എന്താണ്, 2. സോ 2D =-10. ക്ലിയർ ആയില്ലേ. ഇനി D ഇത് 2 × D എന്നാണ്. അപ്പോൾ നമുക്ക് വേരിയബിൾ മാത്രമായിട്ടുള്ള ഡീനെ ഇവിടെ എടുക്കാം. D =-10. ഈ 2 എങ്ങനെ വരും, ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഡിവിഷനിലേക്ക് പോകും. സോ -10 / 2 കിട്ടി. ഇതിൽ കട്ട് ചെയ്ത് പോയാൽ എത്ര കിട്ടും, നമുക്ക് -5 കിട്ടും. ഇവിടെ നെഗറ്റീവ് കിടപ്പുണ്ടല്ലോ. സോ -5 കിട്ടും. നമുക്ക് ആരെ കിട്ടി, നമ്മുടെ ഡിഫറൻസ് കിട്ടി. ഇനി നമ്മൾ പഠിച്ച പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ഇത് കണ്ടെത്താം. ഇതിൻ്റെ മുന്നിലുള്ള നമ്പറിനെ കിട്ടണം, ഇതിൻ്റെ ഇങ്ങോട്ടുള്ള നമ്പറും നമുക്ക് കിട്ടണം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഇപ്പുറത്തേക്ക് പോകുന്ന പുറകോട്ടേക്ക് ഒരു നമ്പർ കിടക്കുന്നതിൻ്റെ മുന്നിലോട്ടുള്ള ഇപ്പുറത്തേക്ക് മീൻസ് ലെഫ്റ്റ് സൈഡിലേക്കുള്ളതാണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഡിഫറൻസ്, നമുക്ക് കണ്ടുപിടിച്ച ഡിഫറൻസ് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. ഇനി റൈറ്റിലേക്ക് പോയാൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ കണ്ടുപിടിച്ച ഡിഫറൻസ് ഇതിൽ നിന്ന് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് അതെങ്ങനെ ചെയ്തിരിക്കുന്നത് നോക്കാം. ഡിഫറൻസ് നമുക്ക് -5 കിട്ടിയിട്ടുണ്ട്. ഇനിയോ ഫസ്റ്റ് ടേം നമ്മുടെ A ആണ്. ഫസ്റ്റ് ടേം മീൻസ് ഇവിടെ ബ്ലാങ്ക് ആണ് നമുക്ക് തന്നിട്ടുള്ള, ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം, A എന്ന് പറയാം, അഥവാ A1 എന്ന് പറയാം അല്ലേ. സോ ഫസ്റ്റ് ടേം A കാണാൻ നേരത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഫോമിൽ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ വരുന്നത്, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ്, അതായത് A2 - A1 ആണ്. അപ്പോൾ A2 എന്ന് പറയുന്ന ആരാണ്, 13 മൈനസ് നമ്മുടെ ഡിഫറൻസ് ആയിട്ടുള്ള -5. കണ്ടോ, -5നെ ബ്രാക്കറ്റിലിടുക. ഇനി ഫസ്റ്റ് ടേം വിച്ച് മീൻസ് A =13. കണ്ടോ, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, രണ്ട് മൈനസുകൾ ഒപ്പം വന്നാൽ എന്ത് ചെയ്താൽ മതി, പോസിറ്റീവ്. സോ 13 + 5 = 18. ക്ലിയർ ആയില്ലേ.
ഇനി നമുക്ക് അപ്പം നമ്മുടെ ഫസ്റ്റ് ടേം എന്താണ്, ഇവിടെ കിട്ടിയിരിക്കുന്ന ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയത് 18. അത് ചെയ്തു ഒന്നുമില്ല, ഇതിൻ്റെ കൂടെ നമ്മുടെ എന്തെന്നാണ് ഡിഫറൻസ്, ആ ഡിഫറൻസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. 13 മൈനസ് 5, അപ്പോൾ മൈനസും കൂടെ പ്ലസ് ആവും. സോ 13 + 5 എത്ര കിട്ടി? 18 കിട്ടി. ഇനി ഇപ്പറേക്കാണ് വരുന്നത്. ഇപ്പറേക്ക് പോകുമ്പോൾ 13ൻ്റെ കൂടെ നമ്മൾ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതിയല്ലോ. അത് ഏതാണത്? A3 എന്നുള്ള ടേം നമ്മൾ കണ്ടെത്താൻ പോവാണ്. A3 തേർഡ് ടേം എന്ന് പറയുന്നത് A3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ 13 എടുക്കുക, അത് സെക്കൻഡ് ടേമാണ്. സെക്കൻഡ് ടേമിൻ്റെ കൂടെ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. കണ്ടോ? അപ്പോൾ ഡിഫറൻസിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്തു, സെക്കൻഡ് ടേമിൻ്റെ കൂടെ ഡിഫറൻസ് ആഡ് ചെയ്തു. ഇത് +13 ആണ്, ഇത് -5 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? സബ്ട്രാക്റ്റ് അല്ലേ ചെയ്യുള്ളൂ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8 കിട്ടി. അപ്പോൾ നമ്മൾക്ക് ആരെ കിട്ടിയെന്ന് നോക്കിയാൽ ഇവിടെ അതാ 8. കണ്ടോ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേമും കണ്ടുപിടിച്ചു, തേർഡ് ടേമും കണ്ടുപിടിച്ചു. ക്ലിയർ ആയല്ലോ അത്? Okay, thank you.